പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 1-ലെ നെക്സ്റ്റ് പോർഷനാണ്. രണ്ട് മൂന്ന് വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഒരു ചാപ്റ്ററിൻ്റെ പാതി വെച്ച് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളെല്ലാവരും കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പോർഷൻ എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കുലർ നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സും ട്രയാങ്കുലർ നമ്പേഴ്സും. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്താണ് എന്നുള്ളത് ഗണിത പ്രകാശിൻ്റെ ക്ലാസ് 6-ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. നോക്കിയാൽ 1, 3, 6, 10, 15 ഈ നമ്പേഴ്സിനെയൊക്കെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതിനെ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ നമുക്കിതിനെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയാൽ ട്രയാങ്കുലർ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ചെയ്യാനെന്ന് പറയാം. ഫസ്റ്റ് 1, അടുത്തത് 3 ആണല്ലേ. അപ്പോൾ 3 എന്ന് പറയുന്നത് ഈ 1-ഉം അടുത്ത ഡോട്ട്സ് എത്രയാണ് 2. അപ്പോൾ 1-ഉം 2-ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്. ഇനി അടുത്തത് നമുക്കിവിടെ 6 ആണല്ലേ. ഈ 6 എങ്ങനെയാണ് കിട്ടിയത്? 1 + 2 + 3. 1-ഉം 2-ഉം 3-യും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. ഇനി അടുത്ത ട്രയാങ്കുലർ നമ്പർ 10 ആണ്. ഇതെങ്ങനെയാണ് കിട്ടിയത്? 1 + 2 + 3 + 4. അപ്പോൾ 1 + 2 + 3 + 4. അടുത്ത 15 എങ്ങനെയാണ് കിട്ടിയത്? 1 + 2 + 3 + 4 + 5 അല്ലേ. 1 + 2 + 3 + 4 + 5 ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രയാങ്കുലർ നമ്പേഴ്സ് കിട്ടുന്നത്. അതായത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതായത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ, സ്റ്റാർട്ടിങ് ഫ്രം 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രയാങ്കുലർ നമ്പേഴ്സ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രയാങ്കുലർ നമ്പർ എന്തായിരിക്കും? ഈ 5 ഇത്രയത്തിൻ്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 15 + 6 = 21. അടുത്തത് 21 ആയിരിക്കും. ഓക്കെ, ക്യാൻ യു സീ എനി റിലേഷൻ ബിറ്റ്വീൻ ട്രയാങ്കുലർ നമ്പേഴ്സ് ആൻഡ് സ്ക്വയർ നമ്പേഴ്സ്? ട്രയാങ്കുലർ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ട്രയാങ്കുലർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ട്രയാങ്കുലർ നമ്പേഴ്സ് 1-ഉം 3-യും. 1-ഉം 3-യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഈ 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ. 4-നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ 1-ഉം 3-യും കൂടെ ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, ഡോട്ടുകളിട്ട്. അപ്പോൾ ആദ്യത്തെ 2 ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. ഇനി നോക്കിയേ, അടുത്ത 2 എണ്ണം, അടുത്തത് 3-യും 6-ഉം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, 3-യും ഈ 6-ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് സ്ക്വയർ കിട്ടി. 3-യും 6-ഉം കൂടെ 9 ആണ്. 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. ഇനി അടുത്ത 6-ഉം 10-ഉം കൂടെ 6-ഉം 10-ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 16 എന്ന് കിട്ടി. കണ്ടോ, നമുക്ക് സ്ക്വയറായിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ്, ഇത് 6, ഇത് ഈ ട്രയാങ്കിൾ 10. ഈ 2 ട്രയാങ്കിൾസും കൂടെ നമുക്ക് ചേർത്ത് വെച്ചപ്പോൾ 16 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 4 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? അടുത്തത് 15-ഉം 10-ഉം കൂടെ ചേർത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ 10 + 15 എന്ത് വരും? 25 എന്ന് വരും. 25 എന്ന് പറയുന്നത് എന്താണ്? 5 സ്ക്വയർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണുള്ളത്? 10-ഉം 15-ഉം. അപ്പോൾ 10 എന്ന് പറയുന്നത് ഇതാണല്ലേ. എത്രയൊക്കെ ഡോട്ടുകളാണ്? 1, 2, 1, 2, 3, 1, 2, 3, 4 അല്ലേ. 1 + 2 3, 3 + 3 6, 6 + 4 10. അപ്പോൾ 10 നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്? 15 വേണം. അപ്പോൾ
15 ഇവിടെ നമ്മൾ ഡോട്ട് ഇടുന്നു. 1 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15. ഇപ്പോൾ കണ്ടോ സ്ക്വയറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. ഞാനിട്ട ഡോട്ടുകൾ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ 10 + 15 എന്താണ് 25, ദാറ്റ് ഈസ് 5 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായല്ലോ. അടുത്തടുത്ത് വരുന്ന 2 ട്രയാങ്കുലർ നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും.